മനോജ് ടോക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകകപ്പ് മത്സരത്തിലെ ഒന്നാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് രാവിലെയോടുകൂടി സമാപ്തി കുറിച്ചു. ഇന്ന് രാത്രി മുതൽ രണ്ടാം റൗണ്ട് മത്സരങ്ങളാണ്. ഈ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ പോർച്ചുഗൽ CR കോങ്കോ മത്സരത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. മത്സരം സമനിലയിൽ അവസാനിച്ചു, 1-1. വളരെ നിരാശ നിറഞ്ഞ ഒരു മത്സരമാണ് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയത്. അതുപോലെ കോടിക്കണക്കിനായ അവരുടെ ആരാധകർക്കും. പ്രത്യേകിച്ചും CR7 ഈ മത്സരത്തിൽ തീരെ തിളങ്ങാതെ പോയത് വളരെയധികം അദ്ദേഹത്തെ നിരാശനാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പോർച്ചുഗലിന് പറ്റിയത്? ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ താരങ്ങൾ അവരുടെ കഴിവുകൾ പുറത്തെടുത്തില്ല എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. കോച്ചാവട്ടെ കാര്യമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചതുമില്ല. മാർട്ടിനസിൻ്റെ ചില പിഴവുകൾ കാരണം തന്നെ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള പല സന്ദർഭങ്ങളും അദ്ദേഹം നഷ്ടപ്പെടുത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 6-ാം മിനിറ്റിൽ തന്നെ ജാവോ നെവസിലൂടെ വളരെ മനോഹരമായൊരു ഗോൾ കണ്ടെത്തിയ അതിൻ്റെ മുൻതൂക്കം തുടർന്നു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. 500ഓളം പാസുകൾ ഈ മത്സരത്തിൽ പോർച്ചുഗൽ നടത്തിയിട്ടുണ്ടെങ്കിലും പാസുകൾ കൊണ്ട് കാര്യമില്ലല്ലോ. ഗോളടിക്കാതെ പിന്നെ എങ്ങനെയാണ് മത്സരം ജയിക്കുക? പ്രത്യേകിച്ചും ഇത്ര ടൈറ്റായ ഒരു ഗ്രൂപ്പിൽ. പ്രത്യേകിച്ചും ഇന്ന് കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചതോടുകൂടി കൊളംബിയയാണ് ഈ ഗ്രൂപ്പിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിയാമായിരുന്നിട്ട് കൂടി പോർച്ചുഗീസ് കളിക്കാരുടെ ഒത്തിണക്കമില്ലായ്മയും അതുപോലെ തന്നെ ബോള് സ്ട്രൈക്കറിലേക്ക് എത്താതിരിക്കുന്നതിനുള്ള കാരണങ്ങളുമൊക്കെ വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ടീമിൽ ഒരു ഒത്തിണക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഡ്രസ്സിംഗ് റൂമിലൊക്കെ അത് ചർച്ചയാകുമെന്ന് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ റൊണാൾഡോ അദ്ദേഹം 6ാം ലോകകപ്പിനാണ് അദ്ദേഹം ഇറങ്ങിയത്. ഈ 6ാം ലോകകപ്പിന് ഇറങ്ങിയപ്പോൾ 25 ടച്ചുകൾ മാത്രമാണ് അദ്ദേഹം ബോളിന്. പോരായ്മകൾ പ്രധാനമായും സംഭവിച്ചത് പോർച്ചുഗീസ് മിഡ്ഫീൽഡിലാണ്. കോങ്കോയുടെ പ്രതിരോധത്തെ ഭേദിക്കാൻ ബ്രൂണോ ഫെർണാണ്ടസിനോ ജാവോ നെവസിനോ പെഡ്രോ നെറ്റക്കോ ആയില്ല. അതുപോലെ കളി മെനയുന്ന PSG താരം വിറ്റീഞ്ഞയ്ക്കും കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇടവേളയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ കോങ്കോ ലീഡ് നേടുകയും ചെയ്തു.